പണക്കാരൻ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബർമൂഡ, സാധാരണക്കാരൻ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വള്ളിനിക്കർ അല്ലെ എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട് ഈ ട്രംപിൻ്റെ കാര്യത്തിൽ. അതായത് ട്രംപ് തായ്വാൻ വഴി റഷ്യൻ ഇറക്കുമതികളെല്ലാം നടത്തുന്നുണ്ട്. പക്ഷേ മറ്റുള്ളവർക്ക് ഇതൊന്നും നടത്തിക്കൂടാ, പ്രത്യേകിച്ച് ഇന്ത്യക്ക് നടത്തിക്കൂടാ, കണ്ണിന് ഇരുമണിക്ക് കണ്ടുകൂടാ എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെ വിമർശിക്കുകയും ചെയ്യുന്നുണ്ട് പുടിൻ കഴിഞ്ഞ ദിവസം നടന്ന ഒരു സ്പീച്ചിൽ പറഞ്ഞത് മോദി വളരെ ബുദ്ധിമാനായിട്ടുള്ള ആളാണ്, ട്രംപിന് ഈ കാര്യങ്ങളൊന്നും അറിയില്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു നടപടി എന്ന് പറയുന്നത് റഷ്യൻ സാധനങ്ങൾ എല്ലാം വാങ്ങിച്ചു കൂട്ടുകയും അത് മറ്റൊരു മൂന്നാം കക്ഷി വഴി ഇത് ഇറക്കുമതി ചെയ്തിട്ട് എന്തിനാണ് ട്രംപ് ഇത്തരത്തിലുള്ള ഒരു വീണ്ടും വിചാരമില്ലാത്ത കാര്യങ്ങളൊക്കെ വിളിച്ചു പറയുകയും ചെയ്യുന്നത്? വീണ്ടും വിചാരമില്ലാത്ത കാര്യങ്ങൾ എന്തിന് അദ്ദേഹം ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അതിനെപ്പറ്റി നമുക്ക് ഉത്തരം പറയാൻ പറ്റത്തില്ല. ഒന്നുകിൽ അയാളുടെ അറിവില്ലായ്മയായിരിക്കും, അല്ലെങ്കിൽ അദ്ദേഹം ഈ അമേരിക്കയെ എന്ത് പറഞ്ഞാലും കേൾക്കാത്ത ഒരു ലോകക്രമം ഇപ്പോഴും ഉണ്ട് എന്ന് അദ്ദേഹം വിചാരിക്കുന്നുണ്ടോ? കാരണം ഇതൊക്കെ നമ്മൾ ഇന്നിപ്പം ചർച്ച ചെയ്യുന്നതും അല്ലെങ്കിൽ ഇപ്പോൾ യൂട്യൂബുകളൊക്കെ ചർച്ച ചെയ്യുന്നതിന് മുമ്പുള്ള ഒരു പഴയ കാലമൊക്കെ പുറകോട്ട് പരിശോധിക്കും. ഇതൊക്കെ തന്നെ അമേരിക്ക നടത്തിക്കൊണ്ട് പോയിക്കൊണ്ടിരുന്നത്. അമേരിക്കയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി അവർക്കൊരു നിയമം, ആ നിയമം തന്നെ വേറൊരു രാജ്യത്തിൻ്റെ പുറത്ത് കയറുന്നതിന് ഉപയോഗിക്കുന്ന ഒരു അമേരിക്കയെ നമ്മൾ കാണുന്നത്. ഇദ്ദേഹം ഇപ്പോൾ അമേരിക്കയെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി താരിഫും മറ്റു പല രീതികളും ഒക്കെ നോക്കിയിട്ട് അത് എല്ലാ രാജ്യങ്ങളിലും അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചു. ഒരുപക്ഷെ നമ്മൾ പലവട്ടം ചർച്ച ചെയ്തതുപോലെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ രാജ്യങ്ങൾ അത് നിശബ്ദമായിട്ട് ഇരുന്നു. ചില ചെറിയ ചെറിയ മുറിവുകളുണ്ടായി. അത് ഈ അമേരിക്കയ്ക്ക് ഏറ്റവും വേണ്ടപ്പെട്ട രാജ്യമായിട്ട് ഇന്ത്യയുമായിട്ട്, അല്ലെങ്കിൽ അമേരിക്കയുടെ സൗഹൃദ രാജ്യമായിട്ട് ഇന്ത്യയുമായിട്ട് വന്നപ്പോൾ ഇന്ത്യ അതിനകത്തൊരു സ്റ്റാൻഡ് എടുത്തു. ആ സ്റ്റാൻഡിന് ശേഷം എല്ലാം പൊളിയുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നിപ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ തന്നെ ഏറ്റവും നമ്മളിപ്പോൾ ഈ തായ്വാൻ്റെ കാര്യം എന്തിനാണ് ചർച്ച ചെയ്യുന്നത്? അമേരിക്ക എന്ത് ഇറക്കുമതി ചെയ്യുന്നില്ലേ റഷ്യയിൽ? അമേരിക്ക റഷ്യയിൽ നിന്ന് വളം അതുപോലെ ഈ പറയുന്നത് പോലെ ഈ ആണവ ഊർജം വലിയ രീതിയിൽ 20% ആണവോർജം വാങ്ങുന്നുണ്ട്. അപ്പം ആണവോർജം സമ്പുഷ്ട യുറേനിയം മേടിക്കുന്നെന്നാണ് പറയുന്നത്. അപ്പം അതില്ലാതെ അമേരിക്കയ്ക്ക് നിലനിൽപ്പില്ല. ഊർജ പ്രതിസന്ധി ഒരു രാജ്യത്തിന് വന്നാൽ എന്നാൽ അമേരിക്ക അങ്ങ് നിർത്തിട്ട് റഷ്യ സൗജന്യമായിട്ട് കൊടുക്കും ഈ ഊർജം അല്ലെങ്കിൽ സമ്പുഷ്ട യുറേനിയം കൊണ്ടു കൊടുത്തിട്ട്, സാർ ശരി, ഇത് പണ്ട് നമ്മുടെ ഓണത്തിനൊക്കെ പഴയ കാലത്ത് കണ്ടിട്ടില്ലേ വലിയ വലിയ വീടുകളിൽ ആ വീട് കൊണ്ട് താമസിക്കുന്ന ആൾക്കാർ ഈ ഓരോന്ന് കൊലയൊക്കെ കൊണ്ടുവച്ച് തൊഴുതിട്ട് വന്നേരും അവർക്ക് എന്തെങ്കിലും കൊടുക്കും. ഇതിപ്പോൾ അങ്ങനെ ഇല്ലാത്ത അവസ്ഥയൊന്നും അല്ലല്ലോ. അപ്പം ഇതൊന്നും അല്ല കാര്യം. ഇപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞാൽ താരിഫ് വിഷയത്തിൽ അമേരിക്കയുടെ സാമ്പത്തിക പ്രതിസന്ധി തരണം ചെയ്യുന്നതിൻ്റെ കൂടെ ഇന്ത്യയോടുള്ള വൈരാഗ്യബുദ്ധി എന്ന് പറഞ്ഞാൽ അമേരിക്കയ്ക്ക് ഇന്ത്യയെ തകർക്കണം. ഇത് ചൈനയോടുണ്ടായിരുന്നു. ചൈനയെ അന്ന് റഷ്യ കൂടെ നിന്ന് ചൈനയെ അതിജീവിച്ചു. ചൈനയോട് ഇപ്പോഴും ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഏഷ്യയിൽ അവരുടെ നിയന്ത്രണത്തിലല്ലാത്ത ലോകക്രമത്തിൽ ഒരു രാജ്യത്തിനും കൈകാര്യം ചെയ്യാൻ പറ്റാത്ത വ്യവസ്ഥിതിയുള്ള രാജ്യം എന്ന് വെച്ചാൽ അത്രയ്ക്ക് ഇതായിട്ടുള്ള രാജ്യം. കഴിഞ്ഞ ദിവസം ഇതിൻ്റെ ഒരു കണക്ക് വന്നതെന്ന് പറഞ്ഞാൽ ട്രംപ് ബുദ്ധിമുട്ടുന്നതിന് നമ്മൾ പ്രയാസപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല. കാരണം നമ്മുടെ എക്കണോമിക്കൽ ഗ്രോത്തിനെ പറ്റി IMFൻ്റെ ഒരു കണക്ക് വന്നു, മനസ്സിലാവുന്നുണ്ട്. അതായത് ഇപ്പം നമ്മുടെ എക്കണോമിക്കൽ ഗ്രോത്ത് 7% വരുന്നുണ്ട്. അതേ സ്ഥാനത്ത് അമേരിക്കയുടെ ഏതാണ്ട് 1.5%, അതേ സമയത്ത് ചൈനയുടെ എൻ്റെ ഇത് ശരിയാണെങ്കിൽ 3% പോലും ഇല്ല. ഈ സമയത്താണ് ഇന്ത്യയുടെ എക്കണോമിക്കൽ ഗ്രോത്ത് 6.5%-ലേക്ക് വളരുന്നത്. എല്ലാവരും നമ്മുടെ ആൾക്കാർ കളിയാക്കുന്നില്ലേ 4.6 ഉള്ളൂ, അവിടെ 30 ബില്യൺ ഉണ്ടെന്ന്. പക്ഷേ ഇതിനി വേറെ കാര്യം കേട്ടോ, അടുത്ത 7 കൊല്ലം ഇന്ത്യയുടെ എക്കണോമിക്കൽ ഗ്രോത്ത് നമ്മളുടെ ഇപ്പോഴത്തെ ഇന്ത്യയുടെ ഡെവലപ്മെൻറ്റ്സ് അനുസരിച്ച്, അതായത് ഇൻഫ്രാസ്ട്രക്ചർ മേഖല, IT മേഖല, മാനുഫാക്ചറിങ് മേഖല, മറ്റെല്ലാ മേഖലയും ഇന്ത്യ ഒരുക്കിയിരിക്കുന്നതനുസരിച്ചും ഇവിടുത്തെ യുവാക്കളുടെ സ്റ്റാർട്ടപ്പും അവൻ്റെ പ്രവർത്തനവും അല്ലെങ്കിൽ 2030 വരുമ്പോൾ 100 കോടിയോളം വർക്കിംഗ് മെമ്പേഴ്സ് അല്ലെങ്കിൽ ഉള്ള ഇത് വരുമ്പം ഇവിടുത്തെ എത്രയാണെന്നറിയോ? അടുത്ത 11 കൊല്ലത്തെ കണക്ക് മാത്രം IMF പുറത്തു വിട്ടേക്കുന്നത്. തടയാൻ പറ്റുന്നത് 7% വളർച്ച വരുമെന്നാണ് എക്കണോമിക്കൽ ഗ്രോത്തിനകത്ത്. ആ സമയത്ത് ആ 7% വളർച്ച വരുമെന്ന് പറഞ്ഞതിനകത്തല്ല, ആ സമയത്ത് അമേരിക്കയുടെ ഇപ്പം ഇരിക്കുന്ന എക്കണോമിക്കൽ ഗ്രോത്തിനെക്കാട്ടിൽ 2% അമേരിക്ക വളരണമെങ്കിൽ 30 കൊല്ലം എടുക്കുമെന്ന് പറഞ്ഞു. അമേരിക്ക ബുദ്ധിമുട്ടുന്നതിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ലോ ഉണ്ട്. ഇതേപോലെ തന്നെ 2% വളർന്ന് ചൈനയ്ക്ക് വരണമെങ്കിൽ 30 കൊല്ലം എടുക്കുന്നു. അപ്പോൾ അമേരിക്ക താരിഫിൻ്റെ കെയർ ഓഫിലും പാകിസ്ഥാൻ്റെ കയ്യിൽ ആയുധം കൊടുത്തിട്ട് നമ്മളെ അടിക്കാൻ നിൽക്കുന്നതിനും നമ്മുടെ ഇറാനിലുള്ള പോർട്ടിൻ്റെ പ്രവർത്തനത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതിനും അല്ലെങ്കിൽ നമ്മളെ മൊത്തത്തിലൊന്ന്
നമ്മളെ ബുദ്ധിമുട്ടാക്കി നമ്മുടെ എക്കണോമിക്കൽ ഗ്രോത്ത് എന്ന് വെച്ചാൽ അമേരിക്കയുടെ ഒരു സ്വഭാവം അറിയാമല്ലോ. അയാളായിരിക്കണം ലോകത്തെ ഏറ്റവും വലിയ രാജ്യം, അയാൾക്ക് വിചാരിക്കുന്നതൊക്കെ ഇവിടെ നടക്കണം, അയാളുടെ കമ്പോളം ഇവിടെ കൊണ്ടുവരണം, അല്ലെങ്കിൽ അതിനപ്പുറം ഒരു രാജ്യം 50 കൊല്ലം കഴിഞ്ഞാൽ പോലും മുമ്പേ പോകാൻ പറ്റാത്ത ഒരു മാനസികാവസ്ഥയുള്ള രാജ്യം. ഇതൊക്കെ തന്നെയാണ് കാര്യം. ഇപ്പം തന്നെ ഈ പറയുന്ന തായ്വാൻ ആരുടെ സാമന്ത രാജ്യമാണ്? ഈ പറയുന്ന അമേരിക്കയുടെയാണ്. ചൈന ഇപ്പം തായ്വാനുമായിട്ട് വിഷയമുണ്ടല്ലോ. ഈ പറയുന്ന അമേരിക്കയുടെ അവിടെ റഷ്യയുടെ ഈ പറയുന്ന പെട്രോ കെമിക്കൽസ് കൊണ്ട് ഇറക്കുമതി ചെയ്യുന്നുണ്ട്. ഏതാണ്ട് കഴിഞ്ഞ 6 മാസത്തിനകത്ത് ഏതാണ്ട് $1.3 ബില്യൺ കണക്ക് വന്നേക്കുക. എന്നാൽ പിന്നെന്താ അയാൾക്ക് താരിഫൊന്നും കൂട്ടിയിട്ടില്ലല്ലോ. ഇവിടെ ഇന്ത്യ മാത്രമേ ഉള്ളൂ റഷ്യയിൽ നിന്ന് സാധനം മേടിക്കുന്നത്. ഈ ലോകത്ത് ഒരു രാജ്യത്തിനും റഷ്യയിൽ നിന്ന് സാധനം മേടിക്കാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയും നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് അവർ കൊടുക്കാതെ ഈ പറയുന്നത് പോലെ ഈ എണ്ണയും മറ്റ് ഇതുപോലുള്ള സാധനങ്ങളും കൊടുത്തില്ലെങ്കിൽ ഓരോ രാജ്യത്തിനും ഊർജ്ജ പ്രതിസന്ധി ഉണ്ടാകും. ഊർജ്ജ പ്രതിസന്ധി ഉണ്ടായ രാജ്യം എങ്ങനെ മുന്നോട്ട് പോകുന്നത്? രാജ്യത്തിൻ്റെ നിലനിൽപ്പിനെ ബാധിക്കും. നമ്മുടെ രാജ്യത്തിനകത്ത് നമുക്ക് ഊർജ്ജ പ്രതിസന്ധി ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മുടെ രാജ്യത്തിന് ഉതകുന്ന രീതിയിൽ, രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് ഉതകുന്ന രീതിയിൽ, ജനത്തിൻ്റെ താല്പര്യത്തിന് ഉതകുന്ന, ജനത്തിൻ്റെ താല്പര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് കുറഞ്ഞ വിലയ്ക്ക് സാധനം കിട്ടണം, എളുപ്പത്തിൽ കിട്ടണം, ഏറ്റവും കൂടുതൽ ക്വാണ്ടിറ്റിയിൽ കിട്ടണം. ഇതൊക്കെ നമ്മൾ സംരക്ഷിക്കും. അത് നമ്മുടെ കാര്യമല്ലേ. അപ്പോൾ അങ്ങനെ സംരക്ഷിച്ചിട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ താല്പര്യം അനുസരിച്ച് ഇവിടെ കൊണ്ടുവരുന്നു. നമ്മുടെ ഈ പൈസ കൊണ്ട് നമ്മൾ മേടിക്കും. നമുക്കിപ്പോൾ 80% അല്ലെങ്കിൽ ഇന്നൊരു 100, ഉദാഹരണത്തിന് 100 ബാരൽ വേണമെങ്കിൽ നമ്മുടെ പൈസ ഉണ്ടെങ്കിൽ നമ്മൾ 200 ബാരൽ മേടിക്കും. 100 എണ്ണം നമ്മൾ മാറ്റി വെക്കുമായിരിക്കും നാളത്തേക്ക്, അല്ലെങ്കിൽ ഈ 100 എണ്ണം നമ്മൾ മറിച്ച് വയ്ക്കും. ഇത് നമ്മുടെ താല്പര്യമല്ലേ. ഇതിനിപ്പം അമേരിക്കക്കാരും ബുദ്ധിമുട്ടിയിട്ട് കാര്യമൊന്നുമില്ലല്ലോ. മാത്രമല്ല നമ്മുടെ ഇത്തരത്തിലുള്ള താല്പര്യം, നമ്മുടെ വീട്ടിനകത്തുള്ള കാര്യം തീരുമാനിക്കും നമ്മളല്ലേ. അമേരിക്ക പറയും റഷ്യയിൽ നിന്ന് ഇന്ധനം മേടിക്കുന്നു, അവർ കുറച്ച് തരുന്നു, ഇവിടെ കൊണ്ടു നടന്ന് ഇത് വിൽക്കുന്നു, ഇവർ മേടിക്കാനുണ്ട് വിൽക്കും. അതിന് ഇവനെന്തിനാണ് ബുദ്ധിമുട്ടുന്നേ? അങ്ങനെ എല്ലാ രാജ്യത്തെയും അല്ലെങ്കിൽ ലോകത്തിൻ്റെയും കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരവസ്ഥയിലേക്ക് അമേരിക്ക നിന്നില്ല. ഇന്ത്യ വഴി കൊടുക്കുന്നില്ല. സത്യത്തിന് ഈ അമേരിക്ക ലക്ഷ്യമിട്ടിരിക്കുന്നത് താരിഫ് അടിച്ചു കൊടുത്തേക്കണം. ഒന്ന് ബ്രസീൽ ഇന്ത്യയോട് ചേർന്ന് നിൽക്കുന്നതാണ്. റഷ്യയും ഇന്ത്യയോട് ചേർന്ന് നിൽക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ചൈനയും. അപ്പോൾ സത്യത്തിൽ കുരുമുട്ടി ഒലിക്കുക എന്ന് പറയുന്ന പോലെ ഇന്ത്യയെ തകർക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയോട് ചേർന്ന് നിൽക്കുന്ന എല്ലാവർക്കുമാണ് കൂടുതലും താരിഫ് വരുന്നത്. ബ്രസീല് ഇന്ത്യയോട് ചേർന്ന് നിൽക്കുന്നതിനപ്പുറം ഇയാൾ രാജ്യ താല്പര്യത്തിനപ്പുറം വ്യക്തിപരമായ ഉണ്ടക്കറും എന്നോട് പണങ്ങിയാൽ കാണിച്ചു തരാമെന്നൊക്കെ പറയും. ബ്രസീലിന്റെ ഇദ്ദേഹത്തിന് താല്പര്യമുള്ള പ്രധാനമന്ത്രി എവിടെ കിടക്കുക? ജയിലിൽ കിടക്കുക. പ്രധാനമന്ത്രിയാണ് ജയിലിൽ കിടക്കുക. ഇപ്പൊ ഇരിക്കുന്ന ആൾ ഇയാളോട് താല്പര്യമുള്ള ആളല്ല. അയാളെ ജയിലിൽ നിന്ന് ഇറക്കി വിടണം. ആ രാജ്യത്തിനകത്ത് ആ രാജ്യത്തിന് കുഴപ്പം കാണിച്ചിട്ടോ അല്ലെങ്കിൽ ആ രാജ്യത്തിന്റെ താല്പര്യത്തിനോ നിയമത്തിനോ അപ്പുറം നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള ഒരാളായതുകൊണ്ടോ അഴിമതിക്കാരനായതുകൊണ്ടോ ഒക്കെയാണ് ജയിലിൽ കിടക്കേണ്ടത്. അപ്പോൾ ജയിലിൽ കിടക്കുന്ന കള്ളനെ വെളിയിലിറക്കി ട്രംപിന്റെ ആളാന്ന് പറഞ്ഞ് വെളിയിറക്കി വിടാൻ പറ്റും. അതുകൊണ്ട് അയാൾക്ക് 50% താരിഫ്. ഇവിടുത്തെ താരിഫിന്റെ വിഷയം എന്താണെന്നറിയാം? അയാൾ അവിടുന്ന് ഒരു വ്യാപാരക്കാരൻ അയാളുടെ ഇഷ്ടത്തിന് നമ്മുടെ താല്പര്യങ്ങൾ പരിഗണിക്കാതെ ഇവിടുത്തെ ഈ പാൽ ഉൽപ്പാദകരുടെയും അല്ലെങ്കിൽ ക്ഷീരകർഷകരുടെയും നമ്മുടെ കൃഷിക്കാരുടെയും നമ്മുടെ രാജ്യത്തിൻ്റെ എക്കണോമിക്ക് ബാധിക്കുന്ന രീതിയിലും അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിനകത്ത് കച്ചവടത്തെ ബാധിക്കുന്ന രീതിയിലും കൃഷിക്കാരനെ ബാധിക്കുന്ന രീതിയിലും സാധാരണക്കാരനെ ബാധിക്കുന്ന രീതിയിലും അവൻ്റെ സാധനം ഇവിടെ കൊണ്ട് ഇറക്കുമതി ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനത്തെ ആ വ്യാപാര കരാർ തന്നെ ആ പ്രശ്നം. പിന്നെ പുള്ളിക്ക് ഇതിൻ്റെ ഇടയ്ക്കൂടെ ഒരു വർത്തമാനം കൂടെ കേട്ടു, കൊതിക്കറവ് എന്ന് പറഞ്ഞിട്ട് ഞാൻ പറയാം. കൊതിക്കറവ് വന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ പുള്ളി ഇവിടെ ഈ അദ്ദേഹത്തെ ഈ നോബൽ സമ്മാനത്തിന് ശുപാർശ ചെയ്യണം. നമ്മൾ ശുപാർശ ചെയ്താൽ വലിയ ഗുണം കിട്ടും. പല രാജ്യങ്ങളും അതിനകത്ത് അവർ അംഗീകാരം വലുതായിട്ട് പുള്ളി പറഞ്ഞ് അങ്ങനെയൊന്നും പറ്റത്തില്ല, അങ്ങനെ ചുമ്മാ ഒരാളെ ശുപാർശ ചെയ്യാൻ പറ്റും. അങ്ങനെ ശുപാർശ ചെയ്താൽ പിന്നെ മോദി എന്ന് പറയുന്ന വ്യക്തിത്വത്തിന് വേറെ എന്തെങ്കിലും കാര്യം പറയുന്നിടത്ത് എന്ത് വിലയുണ്ടാവും? അപ്പം ഈ രീതിയിലേക്കുള്ള കാര്യങ്ങൾ. അപ്പം ഇതിനകത്ത് മാത്രവുമല്ല ഇദ്ദേഹത്തിൻ്റെ ഒരുപക്ഷെ വിനാശകാലയെ വിപരീത ബുദ്ധി എന്നോ വല്ലതും ആയിരിക്കും. മാത്രമല്ല ഇയാളൊക്കെ കച്ചവടക്കാരൻ, നമ്മൾ പറഞ്ഞുകൂടാ. ഇയാളുടെ താല്പര്യം ഇനി ഇയാൾക്ക് വേറെ ഏതെങ്കിലും രാജ്യത്തിനകത്തുനിന്ന് ഡീപ് സ്റ്റേറ്റ് അമേരിക്കയുടെ ഭാഗമായിട്ട് മാത്രം നിൽക്കണമെന്നൊന്നുമില്ലല്ലോ. നമുക്ക് വേണേൽ മറിച്ചും ചിന്തിച്ചുകൂടെ? ഒരിക്കലും ചിന്തിക്കാത്ത രീതിയിൽ ഇങ്ങനത്തെ ഒരു ഭരണാധികാരിയല്ലോ അത്രയും മണ്ടനാണോ ഇയാൾ വലിയ ബിസിനസ്സുകാരനൊക്കെ ഇങ്ങനെയൊക്കെ തീരുമാനം എടുത്താൽ അമേരിക്ക നാളെ കാലത്ത് ഇല്ലാതാവുക എന്നുള്ള രീതിയിലേക്ക് ഓരോ തീരുമാനം അമേരിക്ക ഇല്ലാതാക്കുക. നമ്മുടെ ആദ്യത്തെ താരിഫ് തന്നെ അവിടെ പണപ്പെരുപ്പം ഉണ്ടാക്കി വലിയ പ്രശ്നം ഉണ്ടാക്കി. ഇപ്പോൾ അവിടെ അമേരിക്ക അടച്ചിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ നിസ്സാരമായിട്ട് നമ്മൾ ഫണ്ട് അടച്ചിട്ടോ എന്ന് പറയുന്ന കണക്കല്ല. സൈനികർക്ക് ഉൾപ്പെടെ ശമ്പളമില്ല. പിരിച്ചുവിടുമെന്ന് പറഞ്ഞു. ഇയാൾ പിരിച്ചുവിട്ട് അവിടെ നിന്ന് അമേരിക്ക മുന്നോട്ട് പോകണ്ടേ? നമ്മൾ സർക്കാർ ഉദ്യോഗസ്ഥരെ മൊത്തം പിരിച്ചുവിട്ടാൽ നമ്മുടെ സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥരെയൊക്കെ ഒരു ദിവസം ഈ പറയുന്നത് പോലെ ദേഷ്യം വന്നിട്ട് പിണറായി പറയും ഇവനെ എല്ലാം പിരിച്ചുവിടും, പിന്നെ സെക്രട്ടറി എല്ലാവരും ജോലി. ഇത് വീണ്ടും അവിടെ സ്ഥാപിക്കണ്ടേ? മാത്രമല്ല അതിന് പരിചയസമ്പന്നരായിട്ടുള്ള ആൾക്കാർ വേണ്ടേ? പുതിയതായിട്ടൊരാൾ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അപ്പം ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഇതിലും അതുപോലെ H1N1 വിസയുടെ കാര്യം വന്നപ്പോൾ ഇപ്പോൾ അവിടുന്ന് വരുന്ന റിപ്പോർട്ടുകളുണ്ടോ? ആ വിസ വേറെ രാജ്യക്കാർ കൊടുക്കാൻ തരാം. മാത്രമല്ല ഈ വിസ ഈ കേക്കിട്ട് ഇന്ത്യ നാളിലെ കൊണ്ടുപോയിരുന്ന അമേരിക്കൻ കമ്പനി അവിടുന്ന് മാറ്റുക. അപ്പോൾ ആർക്കാ കുഴപ്പം? ഒരു കമ്പനി ഒരു രാജ്യത്തുനിന്ന് മാറിപ്പോയാൽ ആർക്കാ കുഴപ്പം? നമ്മളിപ്പോൾ പറഞ്ഞേക്കുന്നത് എന്താ പറയുക, മേക്ക് ഇൻ ഇന്ത്യ വേണ്ട, മെയ്ഡ് ഇൻ ഇന്ത്യ മതി. എന്താ
ആ ഒരു രാജ്യത്തോട്ട് വന്ന് കമ്പനി സ്ഥാപിച്ച് ഇവിടെ വെച്ച് ഉണ്ടാക്കിയുള്ള പറയുന്നത്, അല്ലാത്ത നമ്മളിപ്പം പരിഗണിക്കുന്നില്ല. എന്ത് ആ കമ്പനി ഇവിടെ വന്ന് സ്ഥാപിച്ചാൽ ഇവിടെ തൊഴിൽ കിട്ടും, അവൻ്റെ തൊഴിലാളി ഇവിടെ വന്ന് ജോലിയും, ഈ പൈസ മൊത്തവും കൂടെ അവനും കൊണ്ടുവരുന്നു പറ്റത്തില്ലല്ലോ. അതിൽ ആ രീതിയിലേക്ക് ഓരോ രാജ്യവും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇയാൾ എന്താ വിട്ട് കാണിക്കുന്നു? അപ്പോൾ ഇദ്ദേഹം എടുക്കുന്ന തീരുമാനങ്ങൾ അമേരിക്കയെ നന്നാക്കാൻ ഉതകുന്നതല്ല. വീണ്ടും വീണ്ടും ആ തീരുമാനത്തിൻ്റെ പുറകിൽ നിന്ന് മസിൽ പിടിച്ചുകൊണ്ടിരുന്നാൽ ഈ തറയിൽ പോവും. ഇത് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ അമേരിക്ക ഇപ്പം തന്നെ 20 ട്രില്യണിൽ നിൽക്കുന്ന ചൈനയെക്കാട്ടി 10 ട്രില്യൺ കൂടുതൽ. ഇതൊക്കെ തറയിൽ പോകുന്ന വലിയ കാര്യമൊന്നുമില്ല. അത്രയും ആഭ്യന്തര കടമുണ്ട്. മനസ്സിലാവുന്നുണ്ട്. ഈ വിഷയത്തിനകത്ത് കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലൊരു ഷട്ട് ഡൗൺ ഇയാളുടെ കാലത്തുണ്ടായിരുന്നു. 2019 അന്ന് എത്ര ട്രില്യൻ്റെ നഷ്ടം അമേരിക്കയ്ക്ക് വന്നതെന്നറിയോ? എനിക്ക് തോന്നുന്നു 2018 അല്ല 2008 നേരത്തെ ക്രൈസിസ് ഉണ്ടായി? അല്ല, പോട്ടെ, ആ ഡേറ്റ് പോട്ടെ. അന്നുണ്ടായ ക്രൈസിസ്, അന്ന് അമേരിക്ക വീഴ്ചയിൽ അമേരിക്ക പിന്നെ കയറിയിട്ടില്ല. അമേരിക്ക മറച്ചു പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി ഇവർ ചെയ്യാൻ പോകുന്നത് പ്രശ്നങ്ങളുണ്ടാക്കും രാജ്യത്ത്. കാരണം ക്രൈസിസ് ഉണ്ടാക്കും, യുദ്ധങ്ങളുണ്ടാക്കും. കാരണം ഇവർക്ക് അല്ലെങ്കിൽ കാരണം മൊത്തത്തിൽ സാമ്പത്തിക പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ഇവൻ താഴെ വീണ് കഴിഞ്ഞാൽ മൊത്തത്തിൽ ആ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവന്ന് വീണ്ടും ഹൈപ്പായി നിൽക്കാവുള്ളൂ. അപ്പോൾ അതില്ല. അപ്പം ട്രംപ് എടുക്കുന്ന തീരുമാനങ്ങൾ, വികലമായ തീരുമാനങ്ങൾ, അമേരിക്കയ്ക്ക് ഉതകുന്നല്ലാത്ത തീരുമാനങ്ങൾ, അത് നമ്മളീ പറയുന്നത് പോലെ ചർച്ച ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. അയാൾ മനഃപൂർവ്വം എടുക്കുന്നതാണ്. അമേരിക്കയുടെ താല്പര്യത്തിനനുസരിച്ച് ഇന്ത്യക്ക് ഒരു തീരുമാനം, അവരുടെ താല്പര്യത്തിനനുസരിച്ച് അവർക്കൊരു തീരുമാനം, അവരുടെ താല്പര്യത്തിനനുസരിച്ച് അവരുടെ സഖ്യകക്ഷികൾക്കൊരു തീരുമാനം, ഇങ്ങനെയൊക്കെ വരുന്നു. അല്ല മറ്റൊന്നുമല്ല.